ഹായ് ഓൾ, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് അൽഗോരിതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 2 എക്സാമ്പിൾ കണ്ടു. അതായത് ഒരു നമ്പർ ഈവൺ ആണോ ഓഡ് ആണോ, അതുപോലെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ സീറോ ആണോ. അപ്പോൾ ആ ഒരു ടൈപ്പ് സീക്വൻഷൻ വെച്ചിട്ട് കണ്ടീഷൻസുകൾ പോലെ തന്നെ നമ്മൾ അടുത്ത 2 എക്സാമ്പിൾസുകൾ നോക്കുകയാണ്. 2 നമ്പേഴ്സ് എടുത്തു. 2 നമ്പേഴ്സ് 5ഉം 2 എടുത്തു. ഇതിൽ ലാർജസ്റ്റ് ഏതാണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കണ്ടറിയാം ഇത് 5 ആണ്. ലാർജസ്റ്റ് നമുക്കറിയാം. 6ഉം -1 എടുത്തു. ഇവിടെ ലാർജസ്റ്റ് 6 ആണ്. ഇത് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ നമുക്കറിയാം, പക്ഷേ കമ്പ്യൂട്ടറിന് അറിയില്ല. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു ലോജിക്ക് കണ്ടുപിടിക്കണം. അപ്പം നമ്പർ 1 നമ്പർ 2 ഇങ്ങനെ 2 നമ്പേഴ്സ് എടുത്തു. അല്ലെങ്കിൽ എ ബി എന്ന് പറഞ്ഞാൽ 2 നമ്പേഴ്സ് എടുത്തു. എയുടെ വാല്യൂ എന്ത് വേണമെങ്കിലും എന്ത് ഇൻഡിജേഴ്സ് ആവാം, ബിയുടെ വാല്യൂ എന്ത് വാല്യൂസ് വേണമെങ്കിലും ആവാം. എയും ബിയിലും ലാർജസ്റ്റ് എന്ന് പറയുന്നത് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി. ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ പെട്ടെന്ന് കണ്ടുപിടിക്കാം. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എന്ന് പറയുന്നത് ലാർജസ്റ്റ് എ ആയിരിക്കും, അല്ലെങ്കിൽ ബി ആയിരിക്കും, എൽസ് ബി ആയിരിക്കും. ഇതാണ് ഇവിടുത്തെ ലോജിക്ക്. 2 നമ്പേഴ്സ് എടുത്തു, എയും ബിയും റീഡ് ചെയ്തെടുത്തു. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ ആയിരിക്കും, അല്ലെങ്കിൽ ബി ആയിരിക്കും. ഇത് വെച്ചിട്ട് നമ്മൾ അൽഗോരിതം എഴുതാൻ പോവാം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് സ്റ്റാർട്ടാണ്. സ്റ്റെപ്പ് 2ൻ്റെ ഉള്ളിൽ 2 നമ്പേഴ്സ് റീഡ് ചെയ്യണം. സ്റ്റെപ്പ് 2 റീഡ് എ ബി ആസ് 2 നമ്പേഴ്സ്. 2 നമ്പേഴ്സ് റീഡ് ചെയ്യണം, എയും ബിയും. അല്ലെങ്കിൽ റീഡ് 2 നമ്പേഴ്സ് എ ബി എന്ന് കൊടുത്താൽ മതി. അതാണ് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാവും. റീഡ് 2 നമ്പേഴ്സ് എ ബി. 2 നമ്പേഴ്സ് റീഡ് ചെയ്തെടുത്തു. സ്റ്റെപ്പ് 3 ചെക്ക് ചെയ്യാൻ പോവാം. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി then go to step 4. Otherwise go to step 5. സ്റ്റെപ്പ് 4 എന്തായിരിക്കണം? സ്റ്റെപ്പ് 4 അതായത് ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യണം? പ്രിന്റ് എ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. ലാർജസ്റ്റ് എ ആണ്. ഇനി എ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പിലേക്ക് പോവാം. സ്റ്റോപ്പിൻ്റെ സ്റ്റെപ്പ് ഏതാണെന്ന് അറിയില്ല, അത് ലാസ്റ്റ് എഴുതാം. സ്റ്റെപ്പ് 5. സ്റ്റെപ്പ് 5ൻ്റെ ഉള്ളിൽ പ്രിന്റ് ബി ആണ് അവിടുത്തെ ലാർജസ്റ്റ്. സ്റ്റെപ്പ് 6 അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇത്ര ഉള്ളൂ. 2 നമ്പേഴ്സ് റീഡ് ചെയ്തെടുത്തു. എയും ബി എന്ന് പറഞ്ഞ 2 നമ്പേഴ്സ് റീഡ് ചെയ്തെടുത്തു. അതിൻ്റെ ഉള്ളിൽ എ ഗ്രേറ്റർ ദാൻ ബി ആണ് ചെക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് 4ലേക്ക് പോവാം. എ എന്ന് പ്രിന്റ് ചെയ്യും. അതായത് സ്റ്റെപ്പ് 6ലേക്ക് പോവാം. ഇനി അല്ലെങ്കിൽ ബി ആണ് വരാം. അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് 6ലേക്ക് പോവാം. ചെറിയൊരു ലോജിക്കാണ്. എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനി ഒരു ഏകദേശം ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ ഫ്ലോ ചാർട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാം ഇതിൻ്റെ. ഇപ്പം നമ്മളിവിടെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റും വേണം. നമ്മൾ ഈവൺ ഓരോ ഓഡിൽ കണ്ട പോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിസിഷൻ മേക്കിംഗ് വേണം, പിന്നെ റീഡ് ചെയ്യണം, പ്രിന്റ് ചെയ്യണം. അത്ര ഒരു കൺസെപ്റ്റ് ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട്. ദെൻ എയും ബിയും റീഡ് ചെയ്യണം. പാരലോഗ്രാം വരയ്ക്കുക. എയും ബിയും റീഡ് ചെയ്യണം. റീഡ് എ ബി. അത് കഴിഞ്ഞിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഈസ് എ ഗ്രേറ്റർ ദാൻ ബി. ട്രൂ ആണെങ്കിൽ നമ്മൾ പ്രിന്റ് ചെയ്യുക. ട്രൂ ആണെങ്കിൽ പ്രിന്റ് എ. ട്രൂ ആണെങ്കിൽ പ്രിന്റ് എ എന്ന് പ്രിന്റ് ചെയ്യാം. ഇൻ കേസ് ഇത് ഫോൾസ് ആണ്, ഫോൾസ് ആണെങ്കിൽ പ്രിന്റ് ബി എന്ന് പ്രിന്റ് ചെയ്യും. പ്രിന്റ് ബി ആണ് പ്രിന്റ് ചെയ്യേണ്ടത് ഫോൾസ് ആണെങ്കിൽ. ഇനി ട്രൂവും ഫോൾസും കഴിഞ്ഞു.
ട്രൂ ആണെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകണം? ചെയ്ത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. ട്രൂ ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാം. സ്റ്റോപ്പ്. ഫോൾസ് ആണെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. ട്രൂ ആണെങ്കിലും ഫോൾസ് ആണെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. ഇത്രയുള്ള ആദ്യം തന്നെ എയും ബിയും റീഡ് ചെയ്യുക, എ ഗ്രേറ്റർ ബി കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ട്രൂ ആണെങ്കിൽ എ പ്രിന്റ് ചെയ്യും, പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പോകും. ഫോൾസ് ആണെങ്കിൽ ബി പ്രിന്റ് ചെയ്യും, പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പോകും. അപ്പം ഇങ്ങനെയാണ് രണ്ട് നമ്പേഴ്സ് റീഡ് ചെയ്യാനുള്ള, രണ്ട് നമ്പേഴ്സിൽ ഏതാണ് മാക്സിമം ലാർജസ്റ്റ് വൺ കണ്ടുപിടിക്കാനുള്ള അൽഗോരിതം, ഇതുപോലെ തന്നെ ഫ്ലോ ചാർട്ട്. ഇനി ഇതുപോലെ തന്നെ 3 നമ്പേഴ്സ് വന്നു. രണ്ട് നമ്പേഴ്സിൻ്റെ കേസാണ്. 3 നമ്പേഴ്സ് വന്നു. ഈ 3 നമ്പറിൽ ഏതാണ് ലാർജസ്റ്റ്, ഏതാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു അൽഗോരിതത്തിൻ്റെ ഉള്ളിൽ നമ്മൾ 3 നമ്പേഴ്സ് റീഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ലാർജസ്റ്റ് ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കറിയാം ഈ ഒരു കൺസെപ്റ്റ് ലാർജസ്റ്റ് 3 നമ്പേഴ്സ് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇവിടെ ഒരു മെത്തേഡാണ് നമ്മൾ പറയുന്നത് ലാർജസ്റ്റ് എലിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഒരു 5, 3, 8 5, 3, 8 ഇങ്ങനെ ഒരു നമ്പർ എടുത്തുകൊണ്ടേക്കും. 3 നമ്പേഴ്സ്. ഇത് എ എന്ന് പറഞ്ഞ നമ്പർ, ഇത് ബി, ഇത് സി. നമുക്ക് ജനറൽ കേസ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യണത് ലാർജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ലാർജസ്റ്റ് ഈക്വൽ ടു 5 ആണ്. ലാർജസ്റ്റ് എന്ന് പറയുന്നത് എ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാം. ലാർജസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ബി മീൻസ് ഇവിടെ 3 ആണ്. അപ്പോൾ ലാർജസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഈ കണ്ടീഷൻ ട്രൂ അല്ല. ട്രൂ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പ്രത്യേകിച്ച് ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അടുത്തത് ചെക്ക് ചെയ്താൽ മതി. ലാർജസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതല്ലെങ്കിൽ നമ്മൾ ബി ആയിട്ട് ലാർജസ്റ്റ് ആയിട്ട് അസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ സി ആയിട്ട് ചെക്ക് ചെയ്താൽ മതി. ലാർജസ്റ്റ് ലെസ് ദാൻ ഓർ ബി അല്ലെങ്കിൽ നമുക്ക് ബി അല്ല ലാർജസ്റ്റ് മനസ്സിലായി. ഇവിടുത്തെ ലാർജസ്റ്റ്, ഈ 2 നമ്പറിലെ ലാർജസ്റ്റ് എന്ന് പറയുന്നത് എ തന്നെയാണ്. എ ആണ് ലാർജസ്റ്റ് ആയിട്ട് ആദ്യം അസ്യൂം ചെയ്ത് വെച്ചേക്കുന്നത്. ബി ആയിട്ട് കമ്പയർ ചെയ്തു. അപ്പം ബി അല്ല ലാർജസ്റ്റ്, ബി എന്നേക്കാളും ചെറുതാണ്. അപ്പം നമ്മൾ പിന്നെ സി ആയിട്ട് ചെക്ക് ചെയ്താൽ മതി. ലാർജസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആയിട്ട് ചെക്ക് ചെയ്താൽ മതി. ഇവിടെ നോക്കണേ, ലാർജസ്റ്റ് എന്ന് പറയുന്നത് 5 ആണ്. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. ട്രൂ ആണ്. ഇങ്ങനെ ട്രൂ ആണെങ്കിൽ ലാർജസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം സി ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ ഇത്ര ലോജിക്കുള്ളൂ. ആദ്യം തന്നെ ലാർജസ്റ്റ് എ ആയിട്ട് സെറ്റ് ചെയ്തു, അത് ബി ആയിട്ട് ചെക്ക് ചെയ്തു. ഇനി ബി ആണ് ലാർജസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ 13 കൊടുത്തു നോക്കി. 13 കൊടുത്തു. ഇവിടെ 30 ഇത് ട്രൂ ആണ്. ഇങ്ങനെ ട്രൂ ആണെങ്കിൽ നമ്മുടെ പുതിയ ലാർജസ്റ്റ് എന്ന് പറയുന്നത് ബി ആയിട്ട് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സി ആയിട്ട് കമ്പയർ ചെയ്യാം. സി ആയിട്ട് ഇപ്പോൾ ഉള്ള ലാർജസ്റ്റ്, നേരെ 3 എന്ന് പറഞ്ഞ കേസിൽ ലാർജസ്റ്റ് എന്ന് പറയുന്നത് 5 ആയിരുന്നു. 13 എന്ന് പറഞ്ഞ കേസിൽ ഈ ലാർജസ്റ്റ് എന്ന് പറയുന്നത് സി ആയിട്ട് കമ്പയർ ചെയ്യുന്നത് ഈ 2 നമ്പറിൽ ലാർജസ്റ്റ് ആണ് സി ആയിട്ട് കമ്പയർ ചെയ്ത് പോണത്. ഇതാണ് ഇവിടുത്തെ ലോജിക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്പർ ലാർജസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. സെക്കൻഡ് നമ്പർ ആയിട്ട് കമ്പയർ ചെയ്തു. സെക്കൻഡ് നമ്പർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് നമ്പറാണ് ലാർജസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് നമ്പർ തേർഡ് നമ്പർ ആയിട്ട് കമ്പയർ ചെയ്യും. ഇനി ഇൻ കേസ് സെക്കൻഡ് നമ്പർ അല്ല ഫസ്റ്റ് നമ്പർ തന്നെയാണ് ലാർജസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റ് നമ്പർ തേർഡ് നമ്പർ ആയിട്ടും കമ്പയർ ചെയ്യും. പിന്നെ ഇതിൻ്റെ അൽഗോരിതം എങ്ങനെ എഴുതണേന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ടാണ്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് സ്റ്റാർട്ടാണ്. സ്റ്റെപ്പ് 2 എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം തന്നെ നമ്പർ റീഡ് ചെയ്യണം. റീഡ് 3 നമ്പേഴ്സ് എ ബി സി. 3 നമ്പേഴ്സ് റീഡ് ചെയ്തെടുത്തു. സ്റ്റെപ്പ് 3 നമ്മൾ ആദ്യം തന്നെ ലാർജസ്റ്റ് എ ആണ് സെറ്റ് ചെയ്ത് വയ്ക്കുക. സെറ്റ് ലാർജസ്റ്റ് ഈക്വൽ ടു എ എന്ന് സെറ്റ് ചെയ്തു. സ്റ്റെപ്പ് 4 എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യാം. ഇഫ് ലാർജസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, അതായത് ബി ആണോ ലാർജസ്റ്റ്, എയിലും ബിയിലും ബി ആണോ ലാർജസ്റ്റ് എന്നാണെന്ന് നോക്കാം. അങ്ങനെ ആണെങ്കിൽ ദെൻ ഗോ ടു സ്റ്റെപ്പ്, ഏത് സ്റ്റെപ്പ് 5ലേക്ക് പോകാം. അതർവൈസ് ഗോ ടു
ഏത് സ്റ്റെപ്പാന്ന് പറയാം. സ്റ്റെപ്പ് 5 നമ്മൾ ചെയ്യേണ്ടത് ലാർജസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ എയും ബിയും കമ്പയർ ചെയ്യുമ്പോൾ ബി ആണ് ലാർജസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് ലാർജസ്റ്റ് ഈക്വൽ ടു ബി. ബി ആണ് ലാർജസ്റ്റ്. സ്റ്റെപ്പ് 6, സ്റ്റെപ്പ് 6ന്റെ ഉള്ളിൽ ഈ ലാർജസ്റ്റ്, ഇപ്പോൾ പുതിയൊരു ലാർജസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഈ ലാർജസ്റ്റ് സി ആയിട്ടും കമ്പയർ ചെയ്യണം. ലാർജസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ഇവിടെ ഗോ ടു സ്റ്റെപ്പ് 6ലേക്കാണ് പോകേണ്ടത്. ദെൻ ഗോ ടു സ്റ്റെപ്പ് 7, otherwise go to step 8. സ്റ്റെപ്പ് 7, സ്റ്റെപ്പ് 7ൽ ട്രൂ ആണെങ്കിൽ സെറ്റ് ലാർജസ്റ്റ് ഈക്വൽ ടു സി. ഇതിൽ ലാർജസ്റ്റ് സി ആണ്, ലെസ് ദാൻ ഈക്വൽ ടു സി. ട്രൂ ആണെങ്കിൽ ലാർജസ്റ്റ് ഈക്വൽ ടു സി എന്നായിരിക്കും. ഇനി ഇത് ട്രൂ അല്ലെങ്കിൽ നമ്മൾ ഇനി ലാർജസ്റ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലാർജസ്റ്റ് പ്രിന്റ് ചെയ്താൽ മതി. 3 നമ്പേഴ്സാണ്, ഇനി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രിന്റ് ലാർജസ്റ്റ്, ഏതാ ലാർജസ്റ്റ് എന്ന് വെച്ചാൽ പ്രിന്റ് ചെയ്യുക. സ്റ്റെപ്പ് 9 സ്റ്റോപ്പ് ചെയ്യുക. ഈ ലാർജസ്റ്റ് ഈക്വൽ ടു ബി ഇത് ഇങ്ങനെ തന്നെയാണ് ഫ്ലോ പോണത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പ് 9ലേക്ക് ഒന്നും പോകാൻ പാടില്ല. ലാർജസ്റ്റ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ലാർജസ്റ്റ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സ്റ്റോപ്പിലേക്ക് ഡയറക്റ്റ് ഇവിടെ പോകും. അപ്പോൾ ഇവിടെ ഇത്രയും ചെയ്യാനുള്ള ആദ്യം തന്നെ 3 നമ്പേഴ്സ് എടുത്തു. എയും ബിയും സിയും എന്ന് പറഞ്ഞാൽ 3 നമ്പേഴ്സ് എടുത്തു. ഈ 3 നമ്പേഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഫസ്റ്റ് നമ്പർ ലാർജസ്റ്റ് എന്നിട്ട് അസ്യൂം ചെയ്ത് വെച്ചു. അപ്പം 3, 5, 6. ഇതിൻ്റെ ഉള്ളിൽ ലാർജസ്റ്റ് ഈക്വൽ ടു എ, ദാറ്റ് മീൻസ് ലാർജസ്റ്റ് ഈക്വൽ ടു 3 എന്ന് അസ്യൂം ചെയ്തു, സെറ്റ് ചെയ്ത് വെച്ചു. അസ്യൂം അല്ല, സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഈ ലാർജസ്റ്റും ബി ആയിട്ട് കമ്പയർ ചെയ്തു. അതായത് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കമ്പയർ ചെയ്തു. അപ്പം ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ പുതിയ ലാർജസ്റ്റ് എന്ന് പറയുന്നത് 5 ആക്കി ബി ആയിട്ട് മാറ്റി. ഇനി ഈ ലാർജസ്റ്റും 6 ആയിട്ട് കമ്പയർ ചെയ്തു. ഇതും ട്രൂ ആണ്. അപ്പം ലാർജസ്റ്റ് എന്ന് പറയുന്നത് സി ആക്കി സെറ്റ് ചെയ്തു. നമ്മളിത് പ്രിന്റ് ചെയ്തു. ലാസ്റ്റ് ലാർജസ്റ്റ് എന്നിട്ട് പ്രിന്റ് ചെയ്തു. ഇതല്ല കേസ്. നമുക്ക് കേസ് 3, 5, 6 പകരം 5, 3, 6 ആണ് എടുത്തു. 5, 3, 6. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് ആദ്യം 5 ആണ്. ലാർജസ്റ്റ് ഫസ്റ്റ് 5 ആണ്. ഇനി 5ഉം ലാർജസ്റ്റും 5ഉം 3 ആയിട്ട് കമ്പയർ ചെയ്തു. അപ്പം ഇത് ട്രൂ അല്ല. ട്രൂ അല്ലെങ്കിൽ നമ്മൾ ലാർജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ട്രൂ അല്ലെങ്കിൽ ലാർജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 5ഉം 6 ആയിട്ട് കമ്പയർ ചെയ്താൽ മതി. കമ്പയർ ചെയ്യുമ്പോൾ 6 ആണ് ലാർജസ്റ്റ്. അപ്പോൾ ലാർജസ്റ്റ് ഈക്വൽ ടു സി, ദാറ്റ് മീൻസ് 6 എന്ന് സെറ്റ് ചെയ്യാം. ഇനി അത് പ്രിന്റ് ചെയ്താൽ മതി. ഇതുപോലെ തന്നെ ഇവിടെ 5, 3, 2 എടുത്തു. 5, 3, 2 എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ലാർജസ്റ്റ് 5 ലെസ് ദാൻ ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യത്തെ ലാർജസ്റ്റ് തന്നെ അപ്ഡേഷൻ നടന്നിട്ടില്ല. പിന്നെ ലാർജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രിന്റ് ചെയ്ത് വരും. ഇതൊരു ലോജിക്കാണ്. ഇതുപോലെ തന്നെ നമുക്ക് വേറെ രീതിയിലും ലാർജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു മെത്തേഡാണ്. ആദ്യത്തെ നമ്പർ ലാർജസ്റ്റ് സെറ്റ് ചെയ്ത് വയ്ക്കുക. സെക്കൻഡ് നമ്പറായിട്ട് കമ്പയർ ചെയ്യുക. സെക്കൻഡ് നമ്പറാണ് ലാർജസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ലാർജസ്റ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ തേർഡ് നമ്പറായിട്ട് കമ്പയർ ചെയ്യുക. തേർഡ് നമ്പറാണ് ലാർജസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലാർജസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ലാർജസ്റ്റ് ഇവിടെ പ്രിന്റ് ചെയ്യാം. ഇതിൻ്റെ ഫ്ലോ ചാർട്ട് എങ്ങനെയാണ് വരയ്ക്കണേന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫ്ലോ ചാർട്ട് നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ടാണ് വേണ്ടത്. നമ്മൾ സ്റ്റാർട്ട് വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് 3 നമ്പേഴ്സ് റീഡ് ചെയ്തു, എയും ബിയും സിയും. പിന്നെ ലാർജസ്റ്റ് ആയിട്ട് എ സെറ്റ് ചെയ്തു. ഇത് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ലാർജസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇത് ട്രൂ ആണെങ്കിൽ ബി ആണ് ലാർജസ്റ്റ്, അത് സെറ്റ് ചെയ്തു. ഇത് ഫോൾസ് ആണെങ്കിലും ഇത് ട്രൂ കഴിഞ്ഞിട്ട് ബി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സി ആയിട്ട് കമ്പയർ ചെയ്യണം. 3 നമ്പേഴ്സിൻ്റെ ലാർജസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സി ആയിട്ട് കമ്പയർ ചെയ്യാൻ പോയി. ഇനി ലാർജസ്റ്റ് ലെസ് ദാൻ ഓർ സി, ഇത് ട്രൂ ആണെങ്കിൽ സി ആയിട്ട് ലാർജസ്റ്റ് ആയിട്ട് വെച്ചു. ഇനി ഫോൾസ് ആണെങ്കിൽ നമ്മളിനി വീണ്ടും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്ക് ഓൾറെഡി ഇതെല്ലാം ഫോൾസ് ആണെങ്കിൽ ഇത് ഫോൾസ് ആണെങ്കിൽ
ലാർജസ്റ്റ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്. കാരണം ബി ആയിട്ട് കമ്പയർ ചെയ്തപ്പോഴും സി ആയിട്ട് കമ്പയർ ചെയ്തപ്പോഴും ലാർജസ്റ്റ് ഏത് തന്നെയാണ്. ഇപ്പം ഇവിടെ നമ്മൾ ഇത് ട്രൂ ഇത് ഫോൾസ് ഒക്കെ ആണെങ്കിൽ ലാർജസ്റ്റ് എ ആണ്. നമുക്ക് അതാണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് സ്പേസ് തികയാത്തതുകൊണ്ടാണ് ഇവിടെ കണക്ടേഴ്സ് യൂസ് ചെയ്യേണ്ടത്. ഇതൊരു കണക്ടറാണ്. എ എന്ന് പറഞ്ഞ ഒരു കണക്ടർ, ഒരു നെയിം കൊടുക്കാം. ഈ ലെറ്റർ തന്നെയായിരിക്കണം പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ലെറ്റർ. ഇവിടെ ബി ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെയും ബി, ഇവിടെ സി ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെയും സി തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം കണക്ടേഴ്സ് ഇവിടെ യൂസ് ചെയ്യുക. ഇതൊരു കണക്ടർ. ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എ എന്ന് പറഞ്ഞ കണക്ടർ സ്റ്റാർട്ട് ചെയ്തു. ഇത് ഫോൾസ് ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകും, ലാർജസ്റ്റ് എന്ന് പ്രിന്റ് ആവും. അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പിലേക്ക് പോകും. അപ്പം ഇങ്ങനെയാണ് ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സിൻ്റെ ഫ്ലോ ചാർട്ടും അതുപോലെ തന്നെ അൽഗോരിതം വരയ്ക്കുന്നത്. അപ്പോൾ ഇതിവിടെ നമ്മൾ ഒരു സീക്വൻഷ്യൽ പ്ലസ് ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. ഡിസിഷൻ വെച്ചിട്ടാണ് നമ്മുടെ കൺട്രോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഓക്കെ, താങ്ക് യു.